ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോണത് കുറച്ച് എസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഇൻകം ടാക്സ് റിട്ടേൺ ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ, അതുപോലെ തന്നെ എന്തൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകാണല്ലോ അസസ്മെൻറ്റ് ഇയറിൽ അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൻ്റെ എല്ലാം ഉള്ള ഒരു എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിലുള്ള എല്ലാ ഇൻകവും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വോളണ്ടറി റിട്ടേൺ ആണ്. വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ സ്വന്തമായി തന്നെ അയാളുടെ രീതിയിൽ തന്നെ അയാൾ എന്ത് ഫയൽ ചെയ്യാണ്? റിട്ടേൺ ഫയൽ ചെയ്യാണ്. ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞിട്ടുള്ള ഡ്യൂ ഡേറ്റിന് മുന്നേ അയാൾ എന്ത് ചെയ്യാണ്? ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ഫയൽ ചെയ്യുന്നു? റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഡ്യൂ ഡേറ്റിന് മുന്നേ റിട്ടേൺ ഫയൽ ചെയ്യണേനെയാണ് വോളണ്ടറി റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബിലേറ്റഡ് റിട്ടേൺ ആണ്. അതായത് ഇൻകം ടാക്സ് റൂളിൽ നമ്മൾ ഓരോ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമായിരിക്കും. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിനുള്ളിൽ എന്ത് ചെയ്തിട്ടില്ല? റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ അതിനെയാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. തേർഡ് പറയുന്നത് റിവൈസ്ഡ് റിട്ടേൺ ആണ്. റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡ്യൂ ഡേറ്റിന് മുന്നൊക്കെ ഓൾറെഡി എന്ത് ചെയ്തു? റിട്ടേൺ ഫയൽ ചെയ്തു. പക്ഷെ അതിലെന്തുണ്ട്? അതിൽ ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒമിഷൻ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? റിവൈസ് ചെയ്യും. അങ്ങനെ റിവൈസ് ചെയ്തിട്ട് വീണ്ടും വരുന്ന ഫയലിനെയാണ് നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് റിട്ടേൺ ഓഫ് ലോസ്. റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില പേഴ്സൺസിന് നെഗറ്റീവ് ഇൻകം ഉണ്ടാവും. നെഗറ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഒരു വർഷം ഒരു ലോസ് ഉണ്ടായി, അത് നമുക്ക് ഈ വർഷം തന്നെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് അതിനെ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പം അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസസിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് കറണ്ട് അസസ്മെൻറ്റ് ഇയറിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള റിട്ടേൺസിനെയാണ് റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കമ്പൽസറി റിട്ടേൺ. അതായത് ഒരു അസസിങ് ഓഫീസർ ഒരു പേഴ്സണ് എന്തയക്കാണ്? നോട്ടീസ് അയക്കുകയാണ്. ഫയൽ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയക്കുകയാണെങ്കിൽ അതിനെയാണ് കമ്പൽസറി റിട്ടേൺ. അങ്ങനെ നോട്ടീസ് അയച്ചിട്ട് ആ ഒരു പേഴ്സൺ ആ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത്. അസസിങ് ഓഫീസർ എന്ത് ചെയ്യാണ്? റിട്ടേൺ അയക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുകയാണ്. ആ നോട്ടീസിൻ്റെ പുറത്ത് എന്ത് ചെയ്യാണ്? ഒരു പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിഫക്റ്റീവ് റിട്ടേൺ. ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിങ് ഓഫീസർ റിട്ടേൺ നോക്കുന്ന, അതായത് പേഴ്സൺ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേൺ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് അസസിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് കാണുകയാണെങ്കിൽ അസസിക്ക് അത് തിരുത്താൻ വേണ്ടിയിട്ട് റെക്ടിഫൈ ചെയ്യാനായിട്ടൊരു 15 days കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന റിട്ടേൺസിനെയാണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ എന്ത് ചെയ്യും? ഒരു 15 days കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇൻകം ടാക്സ് റിട്ടേൺ. അതുപോലെ ഇത്രയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ വരുന്നത് കേട്ടോ. എസ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഷോർട്ട് എസ് അല്ലെന്നുണ്ടെങ്കിൽ 2 മാർക്കിൻ്റെ ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഈസ് ജി എസ് ടി? എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് ജി എസ് ടി സിസ്റ്റം ഇൻ ഇന്ത്യ. എന്താണ് ജി എസ് ടി? അതുപോലെ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ജി എസ് ടി വന്നത്? ഒരുപാട് സ്റ്റെപ്സിലൂടെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു മൈൽ സ്റ്റോൺ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ്? അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പുറത്ത് വരുന്ന ഒരു സിംഗിൾ ടാക്സ് ആണ് അല്ലേ? അതായത് ജി എസ് ടി എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും സപ്ലൈയുടെ പുറമെ വരുന്ന ഒരു സിംഗിൾ ടാക്സ് ആണ്. അതുപോലെ തന്നെ
കംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത് GST എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എവല്യൂഷൻസ്, സ്റ്റെപ്സ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്? 2000 തൊട്ടാണ് തുടങ്ങുന്നത്. 2000 പ്രൈം മിനിസ്റ്റർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? ആ ഒരു കൺസെപ്റ്റ് ഓഫ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2000 ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ സമയത്ത് പ്രൈം മിനിസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2003 സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു ടാസ്ക് ഫോഴ്സിനെ ഏർപ്പാടാക്കി. വിജയ് കാൽക്കറിൻ്റെ അണ്ടറിൽ ഈ ഒരു GSTനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. അങ്ങനെ 2004 ഈ ഫോഴ്സ് എന്ത് റെക്കമെൻഡ് ചെയ്തു? ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് ടാക്സിനെല്ലാം റീപ്ലേസ് ചെയ്ത് GST കൊണ്ടുവരാം, GST കൊണ്ടുവന്നാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് 2004 റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ 2006 എന്ത് ചെയ്തു? യൂണിയൻ മിനിസ്റ്റർ GSTയുടെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് 2006-07 ബഡ്ജറ്റിൽ നടത്താണ് ചെയ്യണത്. 2009 എംപവേർഡ് കമ്മിറ്റി ഒരു ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ ഇതിനെക്കുറിച്ച് റിലീസ് ചെയ്തു. അങ്ങനെ 2011 ഇതൊരു അമെൻമെൻറ്റ് ബില്ലായി, 115th അമെൻമെൻറ്റ് ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അതെന്തായില്ല, നിലവിൽ വന്നോ? ഇല്ല, സബ്സിക്വൻ്റ്ലി ലാപ്സ് ആയിപ്പോയി. 2016 വീണ്ടും 122nd അമെൻമെൻറ്റ് ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എവിടെ? ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 2016 തന്നെ ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്തു. അങ്ങനെ 2017 മാർച്ചിൽ GST കൗൺസിൽ എന്താ റെക്കമെൻഡ് ചെയ്തു? CGST, SGST, IGST, UTGST ഒക്കെ റെക്കമെൻഡ് ചെയ്തു. 2017 ഏപ്രിലിൽ ഈ പറഞ്ഞ ആക്റ്റുകളെല്ലാം പാസ്സായി. CGSTയും SGSTയും IGSTയും UTGST ആക്റ്റൊക്കെ പാസ്സായി. 2017 ജൂലൈയിൽ GST എന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു. ഓൾ ഓവർ ഇന്ത്യ ലോഞ്ച് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GST സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്ന ആ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. 2000 തുടങ്ങിയിട്ട് 2017 ജൂലൈയിലായപ്പോഴാണ് GST എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുവരെ അതിൻ്റെ ഓരോ സ്റ്റെപ്സും നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.